യെസ്, സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ എന്ന സെയിം അക്കാഡമിയിൽ തന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡും ചെയ്യുന്നത്. ഇവിടെ കുട്ടികളൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ അന്ന് ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിരാക്കാറ്റുണ്ട്. അത് ഐഷയുടെ തട്ടത്തിലും മുടിയിലൊക്കെ ഇങ്ങനെ തട്ടിത്തഴുകി പോകുന്നുണ്ടായിരുന്നു. ഓരോ തവണ ഇരുട്ടിൽ നിന്ന് അവൾ വെളിച്ചത്തേക്ക് വരുന്നതോറും അവളുടെ മൊഞ്ചിങ്ങനെ കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, ഈ മൊഞ്ചത്തിക്കുട്ടി, ഈ ഉമ്മച്ചിക്കുട്ടി അതെനിക്കുള്ളതാണ്. ഈ ഡയലോഗ് അറിയാത്തതായിട്ട് മലയാളികളിൽ ആരുമില്ല. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ മനോഹരമായ ഈ ഡയലോഗാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കാണാം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവളെ വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവൾ എൻ്റെയാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചിത്രത്തിലെ മനോഹരമായ ഡയലോഗാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ച് നല്ല കോൺഫിഡൻസോട് അഭിനയിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. ആദ്യം തന്നെ ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. വരൂ. എന്താണ് പേരെന്താണ്? അബൂ താഹിർ. ഇവിടുത്തെ അധ്യാപകനാണ് അല്ലേ? ഓക്കെ. എവിടെ നാട് എവിടെയാണ്? ഇവിടെ തന്നെയാണ്, എറണാകുളം. അപ്പോൾ അധ്യാപകനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു കലാകാരനുണ്ടെന്നുള്ളത് നമുക്കറിയാം. റെഡിയല്ലേ? ആക്ഷൻ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തടവി പോകുന്നുണ്ടായിരുന്നു. വിശ്വസിക്കണം പ്ലീസ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഓരോ നിമിഷവും പെണ്ണിന്റെ മഞ്ച് കൂടി കൂടി വന്നു. അറിയാതെയാണെങ്കിലും ആ ഫീൽ കിട്ടിയില്ലേ? അതാണ്. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ എൻ്റെ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനും അവളെ വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവൾ എൻ്റെയാണെന്ന്. എല്ലാം നല്ല നിലക്ക് നടന്നു കിട്ടും. കോളേജിലെ നല്ലൊരു ലവറായിരുന്നു. എവിടെ എവിടെ ഏത് കോളേജിലായിരുന്നു? MES കോളേജ് മാറമ്പള്ളി. എവിടെ? MES കോളേജ് മാറമ്പള്ളി. അവിടുത്തെ നല്ലൊരു പ്രണേതാവായിരുന്നു എനിക്ക് മനസ്സിലായി. ആ ഫീലിങ്സ് അടിപൊളി അടിപൊളി. പങ്കജ ഇവനാള് കൊള്ളാമല്ലോ. ഇത്രയും കാലം പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു കാര്യം വന്നപ്പോ സട കൂടി ഞെടിച്ചല്ലോ. അപ്പം ഞാൻ അടുത്തതായിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോകുന്നത് ആരാണ്? അഷ്മിത മാം. വരും വരും. യെസ്. എന്താണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ തന്നെ പിന്നെ അധ്യാപികയാണ്. അപ്പം സാർ വന്നിട്ട് വളരെ മനോഹരമായി അത് പ്രസൻറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ അതൊക്കെ മേളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, റെഡി, ആക്ഷൻ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. അത് അവളുടെ തട്ടത്തിലും മുടിയിലും ആഞ്ഞടിക്കുന്ന അവിടെ പ്രണയം പൊളിയും. ആഞ്ഞടിച്ച പ്രണയം പൊളിയും. കർത്താവേ, ഇവക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയും ബ്ലൗസും ഒക്കെ വേസ്റ്റ് ആവുമോ? അവളുടെ തട്ടത്തിലും. ഞാൻ പോരോ? ഞാൻ ഇറങ്ങി പോരോ? പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ മുടിയിലും തട്ടത്തിലും തട്ടിത്തടഞ്ഞു പോവുകയുണ്ടായി.
തട്ടി തടഞ്ഞാണോ തട്ടി തഴുകിയാണോ? തട്ടി തടഞ്ഞു പോവുകയുണ്ടായി. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോഴും ഓരോ തവണ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൾ വരുമ്പോഴും വേർഡ്സിൽ ആ റൊമാൻറ്റിക് വരട്ടെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ഞാൻ ആ വരാന്തയിൽ വെച്ചുറപ്പിച്ചു, മറ്റൊരുത്തനും ഇവളെ ഞാൻ വിട്ടുകൊടുക്കൂല എന്ന്. ഇവൾ, ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റേത് മാത്രം. ആരാണ് ഇവൾ? ഉമ്മച്ചിക്കുട്ടി എന്റേത് മാത്രം വന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടോ? കറക്റ്റ് അല്ലേ? റെഡി, ആക്ഷൻ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോടൊപ്പം നടന്നു വന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതവിടെ തട്ടത്തിലെ മുടിയിലേക്ക് തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ പോകുമ്പോഴും പെണ്ണിൻ്റെ മുൻസ് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല ഈ ഉമ്മച്ചിക്കുട്ടി, ഇവൾ എൻ്റെയാണ്. അയ്യേ, അതൊക്കെ മോശമല്ലേ? ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആക്ഷൻ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിനും അവളെ വിട്ടുകൊടുക്കില്ല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി അവളെൻ്റെയാണ്. സമ്മതിച്ചളിയാ, സമ്മതിച്ച്. അളിയന്റെ മർമ്മത്തിലാ, എല്ലാം എനിക്ക് മനസ്സിലായി. ആക്ഷൻ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. ഇങ്ങനെ പറഞ്ഞ ആയിഷ വിളിച്ചോളൂ. അതെ അതെ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തടഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്തോറും പെണ്ണിന്റെ മുഞ്ചി കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, ഈ ഉമ്മച്ചിക്കുട്ടി അവളെന്റെ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് വല്ലാത്ത ദാഹമുള്ളവനാണ്. എന്താ പേര്? സഞ്ജു. സഞ്ജു. സഞ്ജു എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ പേരാണ്. സഞ്ജയത്തിന് പിന്നെ ഷോർട്ട് നെയിം സഞ്ജു. ആ, പിന്നെ ക്രിക്കറ്റ് താരം എത്ര പ്രഗത്ഭരായ ആൾക്കാരുണ്ടെന്നറിയോ സഞ്ജു. അല്ല, അതുകൊണ്ട് അത് ആയിഷയായിട്ട് കരുതിയാൽ മതി. ആയിഷയാണ് അത്. തട്ടമൊക്കെ ഇട്ടിരിക്കുന്ന ആയിഷയായിട്ട് കരുതിയാൽ മതി. ഉണ്ടോ? ആ, നിങ്ങവിടെ ഉണ്ടായിരുന്നോ? നിങ്ങള് കാണേണ്ടത് എന്റെ പൊന്നുമുത്ത. കാണാനാ? എന്താടാ? സസ്പെൻസ് ത്രില്ലറാണ്. ഓക്കെ, എന്നാ തുടങ്ങിയാലോ? ആക്ഷൻ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയോടെ നടന്നു. ഇല്ലല്ലോ, അതിൻ്റെ തുടക്കം വളരെ മനോഹരമായിട്ടുണ്ട്. ആ ഡയലോഗൊന്ന് കറക്റ്റ് ചെയ്തോ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയോടെ ഐശ്വൻ്റെ ഒപ്പം നടന്നു. വടക്കൻ ദിക്ക് ഭാഗത്ത് വരുന്ന പെട്ടെന്നൊരു തീരുമാനം ആലോചിച്ചെടുക്കണ്ട. ഞാൻ വീണ്ടും വരാം. കൂട്ടിപ്പോക്കോൾ. വടക്കൻ കേരളത്തിൽ മാത്രം വരുന്ന പ്രത്യേകതരം പാതിര കാറ്റാണോ നീ? കാറ്റാണോ നീ എന്ന്? കാറ്റാണ് നീ. കാറ്റാണ് നീ അല്ല പിന്നെ. ഒന്ന് പറഞ്ഞു കൊടുക്കടാ. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതേപോലെ തെറ്റാണ്ട് ഭംഗിയായിട്ട് പറഞ്ഞേ കേക്കട്ടെ. വടക്കൻ കേരളത്തിൽ മാത്രം. ഉറക്കം പറയാ. വടക്കൻ കേരളത്തിൽ മാത്രം. നിന്റെ പാസ് ഒരു ടെമ്പോ കീപ്പ് ചെയ്യും. വടക്കൻ കേരളത്തിൽ വടത്തരല്ല, വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം കാറ്റാണോ നീ? സാറ് കുറച്ച് സിമ്പിൾ ഡെലിവറി. സിമ്പിൾ അല്ലാട്ടാ. അവൾ കാറ്റിനോടാണോ ഉപമിക്കുന്നത്? കാറ്റത്ത് പാറി വരുന്നില്ലേ? ആര്? അവൾ ഐഷ. ഞാൻ ഉറക്കത്തിലായിരുന്നളിയ. ശരിക്കും എന്താ പറ്റിയത്? പയ്യന്നൂർ കോളേജിന്റെ വരാന്തയോടെ ഞാൻ ഐശ്വനോടെ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകം കാറ്റാണ് നീ. എന്തുവാടാ ഈ പറയുന്നത്? നീ ഇങ്ങനെ കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോൾ വേണം. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പാതിര കാറ്റുണ്ട്. ആ കാറ്റ് അവളുടെ തട്ടത്തിൽ മുടിയിലൊക്കെ തട്ടി പോകുമ്പോൾ ഫ്ലോയിലേക്ക് വരുമോ? ആ, കാറ്റുണ്ട്. അന്ന് ഇവൾ രാത്രി പകലാക്കി മാറ്റുന്നവളാണ്. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് ഞാൻ മടുത്തല്ലോ. അന്ന് ആ വരാന്തി വെച്ച്
അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ വരാന്തയിൽ വെച്ച് തീരുമാനിച്ചു ഇവളെ എന്റേത് മാത്രം. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കണം. ഇവളെന്റെ ഉമ്മേന്റെ കുട്ടിയായിരിക്കും. താനാരോ ഗർഗു തിന്തകത്താരോ ഗർഗുദിന തിന്തകത്താരോ താനാരോ ഗർഗു തിന്തകത്താരോ ഗർഗുദിന തിന്തകത്താരോ. പാടിച്ചോ. സൂപ്പർ സംഭവമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നുകൂടെ നീ പറ, ഒന്നുകൂടെ കാണാം. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒന്നുകൂടെ ഈ സിനിമ ഞങ്ങൾ ഒന്നുകൂടെ കാണുകയാണ്. കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇഷ്ടപ്പെട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ആക്ഷൻ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയോടെ ഞാൻ ഐശ്വര്യൻ്റെ കൂടെ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം വരുന്ന പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. ആ കാറ്റ് അവളുടെ തട്ടത്തിലും അവളുടെ മുടിയിലൊക്കെ ഇങ്ങനെ തട്ടി തടവി പോകുമ്പോൾ അന്ന് ഫ്ലോ ആയിരുന്നു. അന്ന് രാത്രി പകലാക്കുന്ന അവളെൻ്റെ ജീവിതം. അന്ന് ഞാൻ തീരുമാനിച്ചു നിന്ന് വെളിച്ചത്തിലേക്ക്. അത് തന്നെ. അവന് സംഗതി പിടികിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇരുട്ടിൽ നിന്നും ഓരോ തവണ ഇരുട്ടിൽ നിന്ന് അവൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ ഓരോ തവണ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുമ്പോൾ എന്റെ ഹൃദയം വലുത്. നല്ലൊരു നടനാണെന്ന് എല്ലാവർക്കും അറിയാം. അഭിനയം ഓവറാകാതിരുന്ന തനിക്കുള്ള. അന്ന് ഞാൻ തീരുമാനിച്ചു ഇവളെന്റെ മാത്രമാണ്. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോണില്ല. ഇവളെന്റെ ഉമ്മേന്റെ കുട്ടിയായിരിക്കും. എടി തങ്കി, ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവന് ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് അതെങ്കി അത്. ശ്രീകുട്ടി ഡയലോഗ് പഠിച്ചല്ലേ? അങ്ങനെ പറയുന്നത് പറഞ്ഞു. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയുടെ കൂടെ നടക്കുന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിര കാറ്റുണ്ടായിരുന്നു. അത് അവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. അവൾ ഓരോ നിമിഷവും ഓരോ തവണയും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൊണ്ടിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു ഇവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി എന്റെ മാത്രമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ അനുരാഗത്തിന് വീഴാന്നൊരു ചൊല്ലുണ്ടേ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? വടക്കൻ കേരളത്തിൽ മാത്രം വരുന്നൊരു പ്രത്യേകം തരം കാറ്റാണ്. അത് അവളുടെ മുടിയിലും തട്ടത്തിലും തട്ടി വന്നു. ശരി. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടാ. ഇരുട്ടിൽ നിന്ന് ഓരോ തവണ അവൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ അവളുടെ മൊഞ്ച് കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു ഇവൾ എന്റേത് മാത്രമാക്കുമെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവൾ എന്റെ മാത്രം. ഞാൻ ആർക്കും വിട്ടുകൊടുക്കും. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മുഞ്ച് കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു ആ പെണ്ണ് എന്റേതാണ്. ഒരു മയത്തിലൊക്കെ പറയണം, റൊമാൻറ്റിക് അല്ലേ? ഇതൊന്നും അത്ര ശരിയല്ല. ആ ഉമ്മച്ചിക്കുട്ടിയെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റേതാണെന്ന്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. 1 2 3 സ്റ്റാർട്ട്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടക്കുകയായിരുന്നു. വടക്കൻ കേരളത്തിൽ മാത്രമുണ്ടാവുന്ന ഒരു പ്രത്യേകതരം കാറ്റ്. അത് അവളുടെ മുടിയിലും തട്ടത്തിലും തട്ടി തിരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ അവൾ വരുമ്പോൾ അവൾ പെണ്ണിന്റെ മൊഞ്ച് കൂടി വരുമായിരുന്നു. അന്ന് ആ വരാന്തയിൽ ഞാൻ എൻ്റെ മനസ്സിലുറപ്പിച്ചു. വരാന്തയിൽ വെച്ച് മനസ്സിലുറപ്പിച്ചു
ഈ ഉമ്മച്ചിക്കുട്ടിയെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. ഇവൾ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫിലിമ. പാട്ടുകളൊക്കെ അടിപൊളിയല്ലേ? പാട്ടുപാടാൻ അറിയോ? അപ്പോൾ ഇതിനകത്ത് ഒരു പാട്ട് രണ്ടുപേരും പാടും. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ വനമേ നീ പാടു പ്രേമാകും. അടിപൊളി അടിപൊളി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആക്ട് ചെയ്യാം. റെഡി? ഓക്കെ. പയ്യന്നൂർ കോളേജ് വരാന്തയിലൂടെ ഞാൻ ഐഷയുടെ കൂടെ നടന്നു. 10-18 വയസ്സുള്ള പിള്ളേർ വരെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓരോ ലവുമായി പറന്നു വരുന്നു. ഇത്രയും കാലമായിട്ട് എനിക്കിതിന്റെ പാഠങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്റെ ഗുരുവായൂരപ്പ. വടക്കൻ കേരളത്തിൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ടായിരുന്നു. അത് അവളുടെ തട്ടത്തിലെ മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ മനസ്സിൽ പറിച്ചു, മറ്റാർക്കും ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഇരുട്ടിൽ നിന്നും ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരും തോറും അവളുടെ മൊഞ്ച് കൂടിക്കൊണ്ടേയിരുന്നു. ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി എൻ്റേത് മാത്രമാണ്. ആരെങ്കിലും അറിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ അത് പറ. എന്റെ സ്നേഹത്തിന്റെ വേദന എനിക്കല്ലേ അറിയൂ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിരാ കാറ്റുണ്ടായിരുന്നു. അത് അവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തടഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഓരോ തവണയും പെണ്ണ് വരുമ്പോൾ മൊഞ്ച് കൂടിക്കൂടി വന്നു. ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, അവൾ എൻ്റേത് മാത്രം. ഈ ഉമ്മച്ചിക്കുട്ടിയെ ഞാൻ ആർക്കും വിട്ടു. ഒരു കാമുകന്റെ മാനസികാവസ്ഥ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൊരു വീർപ്പുമുട്ടൽ. അപ്പോൾ ഞാൻ ഇനി ഒരു സ്പെഷ്യൽ വ്യക്തിയെ വിളിക്കുകയാണ്. ഇത് ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം, ഒരു വളരെ മനോഹരമായി ഇത് പ്രസൻറ്റ് ചെയ്യുന്നു. ഞാൻ ആ സുന്ദരിയെ വലിയൊരു കയ്യോടിയോട് കൂടി വിളിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായ നമ്മുടെ മാഡത്തിനെ വിളിക്കാം. പ്ലീസ്. എന്താണ് പേര്? പിങ്കി. പിങ്കി. അപ്പോൾ ഇതിൻ്റെ നെടുന്തൂണാണെന്നറിയാം. ഞാൻ ഇവിടെ ഇവർ ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ആ എക്സ്പ്രഷൻ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഭയങ്കര എക്സ്പ്രസീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ തുടങ്ങാമല്ലേ? നോക്കാം, ട്രൈ ചെയ്യാം. ഇതാണ് ഐഷ. ഇവിടെ നോക്കുന്നത് പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ അവൻ്റെ കൈയും പിടിച്ച് ഞാൻ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് അവൻ്റെ മൊഴിയിലൂടെ തട്ടിയും തലോടിയും പോകുന്നുണ്ടായിരുന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഈ മൊഞ്ചൻ എൻ്റേത് മാത്രമാണ്. ഇവന് മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അടിപൊളി കേട്ടോ. അത് ഭയങ്കര കാവ്യാത്മകമായി അത് മൊഞ്ചനാക്കി. അതാണ് കഴിവ്. അടിപൊളി. കൺഗ്രാറ്റ്സ്. അപ്പം വളരെ രസകരമായിട്ടുള്ളൊരു ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരാളുണ്ട്. ഭയങ്കര രസകരമായിട്ട് ചിരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ട് ഇനിയിപ്പം ദാസേട്ടൻ പോലും മാറുമെന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിനാണ് ഞാൻ ഈ പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്, മിസ്റ്റർ സഞ്ജു. ആദ്യം തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് നൽകുന്ന ഒരു ക്യാപ്. ഓക്കെ, അടിപൊളി. ഇച്ചിരി ഫേസ് കാണട്ടതിൻ്റെ. ഇനി അടുത്തൊരു ചോക്ലേറ്റാണ് വിയ ചോക്ക് നൽകുന്ന ഒരു മനോഹരമായ, നമ്മൾ ഇത് ബ്ലഡൊക്കെ കൂട്ടാൻ, ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കും. നമ്മുടെ കേരള സർക്കാരിനൊരു പദ്ധതിയുണ്ട്, ഒരു അവയർനെസ്സിൻ്റെ ഒരു സംഭവം. എന്താണെന്നറിയാം? ഈ വിളർച്ചയില്ലേ, നമ്മൾ രക്തക്കുറവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആ ഒരു പദ്ധതിയുടെ പേരെന്താണെന്നറിയോ? KSVP. അല്ല, ചുമ്മാ കഴിച്ചേക്കല്ലേ? എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചെടുത്തത്. അല്ല, വിവ എന്നാണ്. അപ്പോൾ ഏതായാലും ഈ വിയ ചോക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് തരികയാണ്. പിന്നെ കൺഗ്രാജുലേഷൻസ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു, വളരെ മനോഹരമായി ഇത് പ്രസൻറ്റ് ചെയ്ത് വളരെ റൊമാൻറ്റിക് ഹീറോ എന്ന് വിളിക്കാവുന്ന മിസ്റ്റർ ആദിത്. അടിപൊളി പെർഫോമൻസ് ആണ്. വളരെ മനോഹരമായത് പെർഫോം ചെയ്ത് ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡേപ്പോൾ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ വളരെ മനോഹരമായി, വളരെ കോൺഫിഡൻസോടു കൂടി ഇവർക്കെല്ലാം മാതൃക എന്നോണം ഈ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത അബു താഹിർ എന്ന ഇവിടുത്തെ അധ്യാപകനെ ഞാൻ വിളിക്കുകയാണ്.
അടിപൊളി പ്രസൻ്റ് ആയിരുന്നു, നല്ല പ്രസൻറ്റേഷൻ. അതൊക്കെ ഇവർക്കൊരു കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായി. നിങ്ങളൊരു റൊമാൻറ്റിക് ഹീറോ എന്ന് തെളിയിക്കുകയും കൂടെ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ഒരു മനോഹരമായ എലമെൻറ്റ്സ് നൽകുന്ന ഒരു സമ്മാനമാണ് കൃഷിക്കാരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് വരുന്ന ഓർഗാനിക് പ്രൊഡക്റ്റായ എലമെൻറ്റ്സിൻ്റെ വക ഒരു ഗിഫ്റ്റ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ആൻ മേരി. ആൻമേരി വളരെ നല്ല രസമായിരുന്നു, കൂടുതലും ചെയ്യായിരുന്നു ഇപ്പോഴും ആൻമേരിക്ക്. എന്തായാലും ഒരു മനോഹരമായ സമ്മാനം ഒയസ്കോ കൃഷ്ണവേണി സേമിയ നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം. വൈവിധ്യമാർന്ന രുചിക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം ആഷ്മിത. ഭയങ്കര രസകരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടൊരു മനോഹരമായ ഫ്രൈഡ് ചിക്കൻ, ഒയസ്കോ നൽകുന്ന ഫ്രൈഡ് ചിക്കൻ മസാല, വൈവിധ്യമാർന്ന രുചിക്ക് നിങ്ങൾ ഒയസ്കോയെ ബന്ധപ്പെട്ടാൽ മതി, ഒയസ്കോയുടെ പ്രോഡക്റ്റ്സുകൾ വാങ്ങിയാൽ മതി. അത് അതിൻ്റെ ഒരു മനോഹരമായ ഗിഫ്റ്റ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഒരാൾക്ക് പ്രൈസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വളരെ മനോഹരമായി ആ ഡയലോഗിനെ സ്വന്തം മോഡുലേഷനിൽ വളരെ ബ്യൂട്ടിഫുള്ളായി പ്രസൻറ്റ് ചെയ്ത് നമ്മളെ സുന്ദരിയായ പിങ്കി മിസ്സിനെയാണ് ഞാൻ വിളിക്കുന്നത്. വളരെ നന്നായിരുന്നു കേട്ടോ, അത് പ്രത്യേകിച്ച് ആ ഡയലോഗിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മൾ കൃഷിക്കാരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് വരുന്നൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ഉണ്ട്, അവരൊരു കമ്പനി ഉണ്ട്, എലമെൻറ്റ്സ് എന്നാണ് അവരുടെ. എലമെൻറ്റ്സിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓയിലാണ്, കോക്കനട്ട് ഓയിൽ, ഓർഗാനിക്കാണ്. അപ്പോൾ അതൊരു സമ്മാനമായിരിക്കുന്നു. അപ്പം വിയ ചോക്ക് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഈ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ്, കൂടുതൽ രക്തത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എത്ര ശതമാനമാണ് വിളർച്ചയും രക്തക്കുറവുമുള്ള സ്ത്രീകൾ എത്ര ശതമാനമാണ്? ഓക്കെ, ഇന്ത്യയിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 57% ആണ് വിളർച്ച ആൻഡ് 89% രക്തക്കുറവുള്ള. വെരി ഗുഡ്, കറക്റ്റാണ്, കറക്റ്റ് ആൻസറാണ്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എനിവേ, കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു. യെസ്, അപ്പോൾ ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ 2 എപ്പിസോഡുകളും നമ്മൾ ഏവിയേഷനിൽ ഇവിടെ ആയിരുന്നു. വളരെ മനോഹരമായ എപ്പിസോഡുകളായിരുന്നു. കുട്ടികളൊക്കെ വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്തു. ഒപ്പം അധ്യാപകരും മാഡവും ഒക്കെ വളരെ മനോഹരമായി നല്ല 2 എപ്പിസോഡുകളായിരുന്നു. ഞങ്ങളൊക്കെയും എൻജോയ് ചെയ്തു, കാണുന്നവരൊക്കെ എൻജോയ് ചെയ്തെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു കോളേജിൽ മറ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.